എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. മാസങ്ങളായി വില്ലേജ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധരണിയും സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വടക്കേത്തറ വില്ലേജിൽ മാസങ്ങളായി വില്ലേജ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ച പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധരണയും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നുമായിരുന്നു പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. കനത്ത മഴയിലും പ്രതിഷേധം ഇരമ്പി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മുടെ ഏപ്രിൽ മുതൽ തുടങ്ങിയ മാസങ്ങൾ, ഏപ്രിൽ മാസം മുതൽ ഇന്ന് വരെയായി നമുക്ക് വടക്കേത്തറ വില്ലേജിന്റെ ഓഫീസിൽ നമ്മുടെ നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അത്യാവശ്യമായി കിട്ടേണ്ട മാസങ്ങളാണ് ഈ 3 മാസം. ഈ 3 മാസവുമായും വടക്കേത്തറ വില്ലേജിൽ ഓഫീസറില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത പഴയന്നൂർ വില്ലേജ് ഓഫീസർക്ക് ചാർജ് കൊടുക്കുന്നതിന് പകരം കിലോമീറ്ററുകളും അപ്പുറത്തുള്ള ചേലക്കോട് വില്ലേജിലേക്ക് അല്ലെങ്കിൽ എളനാട് വില്ലേജ് ഓഫീസറുണ്ട്, അവർക്ക് ചാർജ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ വടക്കേത്തറയിലുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ചേലക്കോട്ടേക്ക് പോകേണ്ട ഒരു ഗതികേടിലാണ് 3 മാസക്കാലമായി നമ്മൾ നാട്ടുകാർ. ഇതിനെതിരായി നിയമപരമായി തഹസിൽദാരെയും കളക്ടറെയും ഒക്കെ കത്തുകൾ മുഖേനയും ഫോൺ മുഖേനയും ഈ കാര്യങ്ങൾ കലർത്തി അതിന് കിട്ടിയ മറുപടിയാണ്, ഗതാഗതമായൊരു മറുപടിയാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ പുതുതായിട്ട് നിയമനം നടത്തുന്നത് നമുക്കറിയാം. കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പുതിയ ആളുകൾക്ക് നിയമനം കിട്ടിയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. പഠിച്ച ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK പ്രകാശൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PK മോഹൻദാസ്, DKTF ബ്ലോക്ക് പ്രസിഡന്റ് KM സൈദാലി, കോൺഗ്രസ് നേതാക്കളായ K കുഞ്ഞൻകുട്ടി, ഗീത നാരായണൻ, സുജ S, രാധാ രവീന്ദ്രൻ, രമ്യ വിനീത്, U അബ്ദുള്ള, പത്മകുമാർ P, കൃഷ്ണകുമാർ PK, യശോദ NA, K ലത, ടോമി ജോസഫ്, പ്രജിത്ത് പ്ലാഴി തുടങ്ങിയവർ സംസാരിച്ചു. ഈ വിവരം അപ്ഡേറ്റ് ചെയ്തപ്പോൾ പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന് ശേഷം അവിടെ വില്ലേജ് ഓഫീസറെ നിയമിക്കുമെന്നാണ് തഹസിൽദാർ പറയുന്നത്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് പുതിയ ഒരു വില്ലേജ് ഓഫീസറുടെ ഒരു നിയമനം ഉണ്ടായിട്ട് ഈ വില്ലേജിൽ ഒരു ഓഫീസറെ നിയമിക്കുന്ന കാലം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇവിടുത്തെ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. എല്ലാ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും ഓഫീസർമാരില്ലാതെ ഓഫീസിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊന്നും അധികകാലം നടക്കില്ല എന്നുള്ളത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി കഴിയും. CCV ന്യൂസ്, പഴയന്നൂർ.